കഴിഞ്ഞു അവിടെ എത്തുമ്പോൾ. അപ്പോൾ അത് കണ്ടില്ല, അത് കാണുന്നത് ഇപ്പോഴാണ്. എൻ്റെ പേര് സുബിന, വീട് തൃശ്ശൂര്. ഞാൻ ഒരു കോളേജ് അധ്യാപികയാണ്. അപ്പം ഞങ്ങളുടെ കോളേജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും പല സ്കൂളുകളിൽ നിന്ന് എന്താ പറയുക പല കാരണത്താൽ വിട്ടയച്ചിട്ടുള്ള കുട്ടികളാണ് നമ്മളുടെ കോളേജിൽ വന്ന് ചേരുന്നത്. അവിടെ NIOS ആണ് പഠിപ്പിക്കുന്നത്, 10ാം ക്ലാസ്, +2, ഡിഗ്രി. ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും 10ാം ക്ലാസ് പാസ്സാക്കി അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതി പാസ്സായോടെ വന്നവർ വളരെ കുറവാണ്. സ്കൂളുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യത്താൽ പുറത്താക്കപ്പെട്ട കുട്ടികളാണ് ഒരു പ്രതീക്ഷയോടുകൂടി പാരൻസ് ഞങ്ങളുടെ കോളേജിൽ കൊണ്ടാക്കുന്നത്. അതിൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് എൻ്റെ ക്ലാസ്സിലോട് കയറി ചെല്ലുക. ആദ്യമൊക്കെ അവർ ഒരുപാട് ശല്യപ്പെടുത്തും ക്ലാസ്സിൽ. പക്ഷെ ഞാൻ ക്ഷമയോടെ ചിരിച്ച് സ്നേഹത്തോട് കൂടിയിട്ട് എൻ്റെ മക്കളാണ്, എനിക്ക് ശരിക്കും മക്കളില്ല, അപ്പോൾ എൻ്റെ മക്കളാണെന്ന് കരുതിയിട്ട് തന്നെയാണ് ശരിക്കും എന്നേലും പ്രായമുള്ളവരെ വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സൺഡേ ബാച്ചിൽ. പക്ഷേ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും നമ്മുടെ വാക്കിന് തരുന്ന ഒരു വില, അതുപോലെ നമ്മൾ നൽകുന്ന സ്നേഹത്തിന് അവർ നൽകുന്ന മൂല്യം, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മളൊരു കുട്ടിയെ സ്നേഹത്തോടു കൂടി സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്ക് ആദ്യം അവർ ധിക്കരിച്ച് അല്ലെങ്കിൽ വെറുതെ കളയുന്നുണ്ടെങ്കിലും നമ്മുടെ വാക്ക് പിന്നീട് അവർ വില വയ്ക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. സ്നേഹത്തിലൂടെ പല കുഞ്ഞുങ്ങളെയും നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനിറയിൽ നിന്നും സന്തോഷ കണ്ണുനീരാക്കിയിട്ട് നമ്മുടെ വാക്കുകളിലൂടെ അവരെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരുപാട് മാതാപിതാക്കൾ, ഞാനിപ്പോൾ 4 വർഷത്തോളം അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മാതാപിതാക്കൾ എന്നെ പേഴ്സണലി എൻ്റെ നമ്പർ വാങ്ങിയിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ വിഷമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ കോഴ്സ് അവർ വന്ന +2 ആയാലും 10ാം ക്ലാസ് ആയാലും ഡിഗ്രി ആയാലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇത്ര മാറ്റം വന്നു, എൻ്റെ മക്കൾ ഇവിടെ നിന്ന് പാസ്സായി പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ മാതാപിതാക്കളുടെ കണ്ണുനീരും കണ്ണുനീര് കണ്ടിട്ടാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സ് നിറഞ്ഞ് ഓരോ വയസ്സ് കഴിയുമ്പോൾ ഓരോ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരോടും സന്തോഷത്തോടും സ്നേഹത്തോടു കൂടിയിട്ട് ഒരാളോട് ഇടപഴകാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിലും മാതാപിതാക്കളിലും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓരോ ആളുകളും നമ്മളുടെ വാക്കുകൾ കേൾക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് പരിമിതമായ അറിവുകളാണ്. അപ്പോൾ ആ ഒരു അറിവുകൾ കുറച്ചുകൂടി നന്നായി അറിഞ്ഞാലേ എൻ്റെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് എനിക്ക് പകരാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്താണ് മാം എന്നിലേക്ക് ഈ കോഴ്സ് എത്തിക്കുന്നത്. ഞാൻ കുറേ എന്താ പറയുക ഒരുപാട് തിരക്കുകളുള്ള ആളാണ് ഞാൻ. ഇത് പറഞ്ഞ പോലെ തന്നെ പല കോഴ്സുകളിലും ഒരു സമയം തന്നെ അറ്റൻഡ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കോഴ്സ് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ വിട്ട പോലെ ആ കോഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെ ആയി. പക്ഷെ മാം അത് വിടാൻ സമ്മതിച്ചില്ല. മാം എന്നോട് നീ ആ കോഴ്സ് കേൾക്ക്, പരീക്ഷ എഴുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. എനിക്ക് കിട്ടിയ അറിവുകൾ എനിക്ക് കാതോർക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ എത്തിക്കുമെന്ന് പറയാം.